എനിക്ക് നിന്നോട് പറയാൻ മാത്രമേ പറ്റൂ. ബാക്കി നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നീ അവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും. സോറി പാർവതി, ഹോസ്റ്റലിൽ വന്ന് ഞാൻ ചെയ്തത് വളരെ മോശമായി പോയെന്ന് എനിക്കറിയാം. എല്ലാവരെയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയിക്കാനുള്ള ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. പാർവതിക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിനെ ബഹുമാനിച്ച് മാറി നിൽക്കണമായിരുന്നു. പക്ഷേ ആ റിജക്ഷൻ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എന്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയല്ല. സ്വബോധത്തിൽ വന്നതിന് ശേഷം ഹോസ്റ്റലിലുള്ളവരുടെ മുമ്പിൽ നീ എന്തുമാത്രം നാണക്കേട് അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് പാർവതിയെ ഫേസ് ചെയ്യാൻ പോലും ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രിയനെ കൊണ്ട് പാർവതിയുടെ അടുത്ത് സംസാരിപ്പിച്ച്, ദയവ് ചെയ്ത് എന്നെ വെറുക്കരുത്. സാർ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനിൽ ഒരാളാണെന്ന് ഞാൻ ഹോസ്റ്റലിലുള്ള പലരോടും പറയാറുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ സാർ ഇത്രയും മോശമായിട്ട് പെരുമാറിയതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് ഞാൻ കാരണക്കാരിയായല്ലോ എന്ന് ഓർക്കുമ്പോൾ കുറ്റബോധവും തോന്നുന്നുണ്ട്. ഈ പാർവതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റുണ്ട് സർ. തുടക്കത്തില് സാർ എന്നോട് പെരുമാറുന്ന രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഞാൻ തന്നെ സാറിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് പിന്തിരിപ്പിച്ചേനെ. കുടിക്കുന്ന ശീലം സാറിനെ പോലുള്ള നല്ലവരെ നശിപ്പിക്കും. സാറിനെ എപ്പോഴും ബഹുമാനത്തോടെ കാണുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതുവരെ നടന്നതല്ല നമ്മൾ രണ്ടുപേരും മറക്കുന്നതാണ് നല്ലത്. ഞാൻ പോട്ടെ സർ. പാർവതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇതുവരെ നടന്നതെല്ലാം മറക്കാൻ പാർവതി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്കതിന് സാധിക്കില്ല. എന്നെ പാർവതി ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ നിന്നെ കണ്ടത് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ കഴിയാൻ പോകുന്ന ഒരാളായിട്ടാ. ഇപ്പൊ നിന്റെ മനസ്സില് ഞാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തെങ്കിലും നീ കല്യാണം കഴിക്കില്ലേ? അതെന്നെ ആയിക്കൂടെ? ഇത് ഞാൻ പാർവതിയോട് നേരത്തെ പറയണമായിരുന്നു. അത് എന്റെ തെറ്റാ. പാർവതി, നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ഞാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. എടുത്തു ചാടാതെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ തീരുമാനം എടുത്തത്. സാറിനെ മറക്കുന്നതാ നല്ലത്. പാർവതി, സർ, ഇത് ഞാൻ സാറിനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. സാറിന് ചേർന്ന പെൺകുട്ടി ഞാനല്ല. സാറിനോട് ക്ഷമിക്കണം. പാർവതി,
എന്താ നിന്റെ പ്രശ്നം സ്വാതി? ഓറിലേക്ക് പോവാന്ന് പറഞ്ഞ് എന്റെ കാശ് മുഴുവൻ കളഞ്ഞിട്ട് നിനക്ക് സമാധാനമായില്ലേ? ഇപ്പോ ബൈക്ക് ടാക്സി ഓടിച്ച് നടുവൊടിഞ്ഞ അവസ്ഥയിലെ സ്വാതി. ജോലി ചെയ്യുമ്പോഴെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഞാൻ ജോലി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വന്നോളാം.